ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ ആദ്യത്തെ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗം ഏറ്റവും കുറഞ്ഞ വീഡിയോയിൽ സെറ്റാക്കുന്ന ഈ ക്ലാസ്സിലേക്ക് മക്കൾക്ക് സ്വാഗതം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കവർ ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. ആദ്യം പാഠഭാഗം നന്നായിട്ട് വായിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ വായിച്ചൊരു കുട്ടിക്ക് ഏറ്റവും എളുപ്പമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ അധികം താമസിപ്പിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. ഈ ക്ലാസ് കണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം. ഓക്കെ, സെറ്റല്ലേ? നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് മനസ്സ് നന്നാവട്ടെ എന്നാണ്. യൂണിറ്റ് 1. അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യൻ്റെ പദവി. മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. ജീവിതമെന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് എന്ന് മുഹമ്മദ് ഇക്ബാൽ മറ്റുള്ളവരോട് മനുഷ്യരോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും മനസ്സിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂണിറ്റ് ആരംഭിക്കുന്നു. പാഠഭാഗത്തിൻ്റെ പേര് പനിനീർ പൂവ് എന്നാണ്. എഴുതിയിരിക്കുന്ന ആരായിരുന്നു? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്ന മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ 1877 ജൂൺ 6, 1949 ജൂൺ 15 കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. പെരുന്നയിലെ താമരശ്ശേരി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഉള്ളൂര്, കുമാരനാശാൻ, വള്ളത്തോൾ എന്നീ കവികൾ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മലയാള കവിതയിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് ശ്രദ്ധേയമായി. സെറ്റ് ഓർക്കുക. ഞാനൊരു മാൻപെഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേനിപ്രകാരം, പുഞ്ചിരി കൊള്ളുന്നതെന്തിന്നു പൂവേ നീ, നിൻ ചെറു ജീവിതം എത്ര മോശം, പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു, താഴത്തു നാളെയെന്നോർമ്മയില്ലേ, ഓതിയിൽ ഉത്തരമൊന്നും ആ ചോദ്യത്തിൻ, ആ തങ്കമേഷാത്തൊരാ പ്രസൂനം, എൻ തെറ്റ് കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ, തൻ തലയാട്ടുക മാത്രം ചെയ്തു, എന്തതിൻ താല്പര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ, ബന്ധം മനസ്സിലായി അല്പമപ്പോൾ, തെറ്റെന്നു വീണ്ടും ആ പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ, നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ, പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകയിലെന്തോന്നു മീതെ ചൊൽവാൻ, ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല, ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ ശ്രീതമാനന്ദം വായിക്കുന്നില്ല, പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ യാർ മറക്കും, ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നന്തികത്തിൽ, തന്നറും തെന്നിങ്ങളേകുന്നു ലോകത്തിൻ അന്നപൂർണേശ്വരിമാർ കണക്കേ, പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം, വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി, ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം, പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം, കല്യാണ കർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ, മന്നിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങളാരറിഞ്ഞു, പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ. കവിത ഒന്ന് ചൊല്ലിത്തന്നത് നിങ്ങൾക്ക് പാഠഭാഗം വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെറ്റ്. ഇനി പാഠഭാഗത്തിൻ്റെ സംഗ്രഹത്തിലേക്ക് വരാം. ഉള്ളൂരിൻ്റെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് പനിനീർ പൂവ്. സെറ്റാണല്ലോ. ഉള്ളൂരിൻ്റെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് പനിനീർ പൂവ്. നാളെയോടുകൂടി താഴെ വീഴാൻ പോകുന്ന ഒരു പൂവിൻ്റെ ജീവിതം ഒട്ടും ചെറുതല്ലെന്നും, ആ ജീവിതത്തിനിടയിലും ലോകത്തെ അങ്ങേയറ്റം ആഹ്ലാദിപ്പിക്കാനും മഹനീയമായ ചടങ്ങുകളിൽ അലങ്കാരമാകുവാനും ദേവതമാർക്ക് അർച്ചിക്കുവാനും ഉപകാരപ്പെടുന്ന മഹത്വത്തിൻ്റെ ഉടമയാണ് അവരെന്നും പറയുന്നതിലൂടെ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്നവർക്ക് പോലും ഭൂമിയിൽ പരിമളം പരത്താൻ സാധിക്കുമെന്ന് പനിനീർ പൂവിലൂടെ ഉള്ളൂർ ഓർമ്മിപ്പിക്കുന്നു. സെറ്റാണ്. ആദ്യം പനിനീർ പൂവിനെ നീ നാളെ മണ്ണിൽ വീണ് നശിച്ചു പോകാനുള്ളതല്ലേ എന്ന് പരിഹസിക്കുന്ന ഉള്ളൂർ പിന്നെ പറയുന്നു,
ആ ജീവിതത്തിനിടയിലും ലോകത്തെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കാൻ പൂക്കളെ കൊണ്ട് സാധിക്കും. പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മഹനീയമായിട്ടുള്ള പല ചടങ്ങുകളിലും പൂക്കൾ ഒരു അലങ്കാര വസ്തുവാണ്. അതുപോലെ ദേവന്മാർക്ക്, ദേവതകൾക്ക് അർച്ചിക്കുന്നതും ആരെയാണ്? പൂക്കളെയാണ്. ഇങ്ങനെ എല്ലാ മഹത്വത്തിൻ്റെ ഉടമയായ പൂക്കളെ നമ്മുടെ മുന്നിൽ ആരവതരിപ്പിക്കുന്നു? ഉള്ളൂർ അവതരിപ്പിക്കുന്നു. ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ ഏതൊരു മനുഷ്യജീവിക്കും അവൻ്റേതായ ഇടമുണ്ട്. സ്ഥിതി സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ മഹത്തായ ഇടം. ഏവർക്കും അവരവരുടേതായ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ കർമ്മധീരത തന്നെയാണ് ഭൂമിയെ സ്വർഗമാക്കുന്നത്. ആരെയും നിസ്സാരന്മാരായിട്ട് എന്ത് ചെയ്യരുത്, കാണരുത് എന്ന് ചുരുക്കം. ഉത്തരം ഇതാണ്. ഒന്നിനെയും പുറമോടി കണ്ടല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. ആളുകളുടെ വലുപ്പം, ആളുകളുടെ വസ്ത്രങ്ങൾ, അവരുടെ പുറംഭാഗത്തുള്ള സൗന്ദര്യങ്ങൾ, ഇതൊന്നും വെച്ചല്ല ആരെയും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിലയിരുത്തേണ്ടത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കവി പറയുന്നത്. ആരെയും ഒന്നിനെയും നിസ്സാരമായി തള്ളരുത്. തൻ്റെ ആദ്യ നിഗമനങ്ങൾ പൂവിനെ കണ്ടപ്പോൾ ആദ്യം പുച്ഛിക്കുകയും പിന്നീട് എന്ത് ചെയ്യുന്നു, അതിൽ ഖേദിക്കുകയും മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. തെറ്റായിരുന്നു എന്ന് കവി തിരിച്ചറിയുന്നു. പനിനീർപ്പൂവിൻ്റെ വ്യക്തിത്വവും മഹത്വവും തിരിച്ചറിയുന്നതിലൂടെ താനാണ് ബുദ്ധിഹീനൻ എന്ന് കവി തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുന്നു. പൂവിനെ മാത്രമല്ല മനുഷ്യരെ ആകമാനമാണ് കവിത ഉൾക്കൊള്ളുന്നത് എന്ന ചിന്ത ഉണ്ടാകുന്നു. സെറ്റാണല്ലോ? സെറ്റ്. നോക്കുക, ആദ്യത്തെ ചോദ്യം. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ. പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം? പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ. പൂക്കൾ ഭൂമിയിൽ സൗന്ദര്യവും സന്തോഷവും പവിത്രതയും പ്രദാനം ചെയ്യുന്നതിനാലാണ് പൂക്കളെ ദേവതമാരായി സങ്കല്പിച്ചിരിക്കുന്നത്. ഉപയോഗശൂന്യമായ മണൽക്കാടുകൾ പോലും പൂക്കളാൽ പവിത്രമായ ഉദ്യാനങ്ങളായി മാറുന്നു. അന്നപൂർണേശ്വരിമാരെ പോലെ പൂക്കൾ തങ്ങളുടെ തേൻ വണ്ടുകൾക്കും ശലഭങ്ങൾക്കും നിസ്വാർത്ഥമായി നൽകുന്നുണ്ട്, അല്ലേ? അന്നപൂർണേശ്വരിമാർ, ഭക്ഷണം നൽകുന്ന ദേവതമാരെ പോലെ പൂക്കളുടെ തേന് വണ്ടുകൾക്കും ശലഭങ്ങൾക്കും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്ത് ചെയ്യുന്നു, നൽകുന്നു. മാത്രമല്ല, ദൈവീകമായ ചടങ്ങുകളിൽ ശുഭസൂചകമായിട്ട് പൂക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, മംഗളകർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ നിസ്വാർത്ഥ സേവനം, സൗന്ദര്യം, പവിത്രത, ആനന്ദം നൽകുവാനുള്ള കഴിവ്, ഭൂമിയെ മനോഹരമാക്കാനുള്ള ശക്തിവിശേഷം എന്നിവയാൽ ദേവതകൾക്ക് തുല്യമായ സ്ഥാനം പൂക്കൾ അലങ്കരിക്കുന്നുവെന്ന് കവി കണ്ടെത്തുന്നു. സെറ്റാണല്ലോ? ദെൻ നെക്സ്റ്റ്. സ്വതേ മനുഷ്യർ സുന്ദരന്മാരാണ്, സുന്ദരികളുമാണ്. ഉറൂബ് പറയുന്നുണ്ട്. ഒന്നല്ലി നാമയി സഹോദരല്ലി പൂവേ, ഒന്നല്ല കൈ ഹരജിച്ചത് നമ്മയെല്ലാം. ആശാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനെ മാപ്പ് നൽകൂ. ഉള്ളൂരും പറയുന്നുണ്ട്. ഈ വരികളും വിശകലനം ചെയ്ത് സ്വന്തം അഭിപ്രായം. ബാഹ്യ സൗന്ദര്യത്തിനപ്പുറം, അല്ലെ, പുറമെ കാണുന്ന പുറമോടികൾക്കല്ല ആന്തരിക സൗന്ദര്യമാണ് അംഗീകരിക്കപ്പെടേണ്ടത് എന്ന് ഉറൂബ് അഭിപ്രായപ്പെടുന്നു. പൂവിനുള്ളതുപോലെ മനുഷ്യനും പ്രകൃതിയാ സൗന്ദര്യവും മൂല്യവുമുണ്ട്. ആശാൻ വരികളിൽ സാഹോദര്യത്തെയും സർവചരാചരങ്ങളിലുള്ള സമഞ്ജസഭാവത്തെയും കുറിക്കുന്നു. ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവുമുണ്ട് എന്ന തത്വം ഉള്ളൂര് പനിനീർപ്പൂവിലൂടെ പറയുന്നു. ഉള്ളൂരിൻ്റെ വരികളിൽ തെറ്റായ വിലയിരുത്തൽ, ആദ്യം തെറ്റായി പോകുന്നുണ്ട്, പിന്നീട് കവി പശ്ചാത്തപിക്കുന്നുണ്ട്. നിന്റെ ജീവിതം മോശമാണെന്ന് കവി പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നു. നിന്ദയിൽ നിന്നും വാത്സല്യം ജനിപ്പിക്കുന്ന ആർദ്ര ചിന്ത കവി ഹൃദയത്തിൽ സംഭവിച്ചതായി കാണാം. പൂവിൻ്റെ ജീവിത ലക്ഷ്യം പൂർണ്ണവും സൗന്ദര്യപൂർണവുമാണെന്ന് കവി തിരിച്ചറിയുന്നു. നോക്കുക, അടുത്ത ചോദ്യം. തെറ്റുന്നു വീണ്ടും ആ പൂവിനോടോദിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. താൻ ഒരു ബുദ്ധിയില്ലാത്തവനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ്? പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഈ ചിന്തകൾ പനിനീർപ്പൂവിനെ കുറിച്ച് മാത്രമാണോ കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക? സെറ്റാണല്ലോ? ഉള്ളൂരിൻ്റെ പനിനീർപ്പൂവ് കവിത പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള സൂക്ഷ്മ നിരീക്ഷണം കൂടിയാണ്. പനിനീർപ്പൂവിനോടുള്ള സംസാരത്തിലൂടെ തൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് കവി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പൂവിൻ്റെ ക്ഷണികമായ പെട്ടെന്ന് നശിച്ചു പോകുന്ന ജീവിതവും നാളെ അത്
പാഴ്മണ്ണിൽ വീണ് അവസാനിക്കുന്നതിലെ നിന്ദയും കവി ചോദിക്കുന്നുണ്ട്. പൂവിൻ്റെ ജീവിതം വളരെ ക്ഷണികമാണ് എന്നും നാളെ അത് മണ്ണിൽ വീണ് നശിക്കാനുള്ളതല്ലേ എന്നും കവി ആദ്യം ചോദിക്കുന്നു. തലയാട്ടിക്കൊണ്ട് കവിയുടെ തെറ്റിദ്ധാരണയെ തിരുത്തുന്ന സൗമ്യ പ്രതികരണമാണ് പൂവ് പങ്കുവെക്കുന്നത്. പൂവ് തലയാട്ടി മെല്ലെ ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കുന്നു. പൂവിൻ്റെ സൗന്ദര്യം മുഴുവനായി ലോകത്തിന് നൽകുന്ന നന്മ കാണാതെ അതിൻ്റെ നാശത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച കവിയുടെ മനസ്സിനെക്കുറിച്ചോർത്ത് കവി ബുദ്ധിഹീനനെന്ന് വിശേഷിപ്പിക്കുന്നത്. തുടർന്ന് കവി ക്ഷമാപണം നടത്തുകയും പൂവിൻ്റെ മഹത്വം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. എന്താണ്? ക്ഷണികമെങ്കിലും വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതാണ് പൂവിൻ്റെ ജീവിതമെങ്കിലും ആ കുറഞ്ഞ ജീവിതത്തിൽ അർത്ഥപൂർണമായ ജീവിതത്തിന് ഉടമകളാണ് പൂക്കൾ എന്ന് കവി മനസ്സിലാക്കുന്നു. പനിനീർപ്പൂവിൽ കവിത ആരംഭിച്ച് പിന്നീട് സർവ്വചരാചരങ്ങളുടെയും പ്രതീകമായി പൂവ് മാറുന്നുണ്ട്. ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ ഏതൊരു ജീവിക്കും അതിൻ്റേതായ ഇടമുണ്ടെന്നും ക്ഷണികമെങ്കിലും സാർത്ഥകമായ ജീവിതകർമ്മങ്ങളിലൂടെ നാം എല്ലാം പനിനീർപ്പൂക്കളാണെന്നുമുള്ള സമഗ്ര ദർശനം ഈ കവിതയിലുണ്ട്. സെറ്റാണല്ലോ? ഓക്കെ, നോക്കുക. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും, പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ധവം, വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി. ഈ വരികൾ ചൊല്ലി നോക്കിയിട്ട് കവിതയ്ക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ്. പനിനീർപ്പൂവ് എന്ന കവിതയിലെ വരികൾ കാവ്യ ആസ്വാദനത്തിന് മാറ്റുപകരുന്നുണ്ട്. കാറ്റിലാടുന്ന പൂക്കളെയും അതിനൊപ്പം പാടുന്ന വണ്ടുകളെയും ഒരുമിച്ച് കാണുമ്പോഴുള്ള മനോഹര ചിത്രം തെളിയുന്നു. പൂക്കളുടെ നൃത്തവും വണ്ടുകളുടെ ഗാനവും ചേരുമ്പോൾ പ്രകൃതിയുടെ സംഗീതത്തിന് അഴക് വർദ്ധിക്കുന്നു. ഈ വരികൾ പൂക്കൾ തലമുടിയിൽ അണിയുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യത്തെ എടുത്തു കാട്ടുന്നു. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വന്നു കഴിഞ്ഞാൽ പൂക്കളുടെ സൗന്ദര്യത്തെയും അവ മനുഷ്യന് പ്രദാനം ചെയ്യുന്ന സന്തോഷത്തെയും നന്മയെയും മഹച്ചിന്തയെയും കുറിക്കുന്ന ഉള്ളൂരിൻ്റെ കവിതയാണ് പനിനീർപ്പൂവ്. സെറ്റാണല്ലോ? പൂക്കളുടെ സൗന്ദര്യം, അവ മനുഷ്യന് നൽകുന്ന ഗുണങ്ങൾ, ഇതിനെക്കുറിച്ച് പറയുന്നതാണ് പനിനീർപ്പൂവ്. മനോഹരമായ പനിനീർപ്പൂവിനോട് പരിഹാസ രൂപേണ നാളെ അത് വാടിക്കൊഴിഞ്ഞ് പാഴ്മണ്ണിൽ അമരുന്ന ജീവിത ചക്രമെന്ന കവിയുടെ ചോദ്യത്തോടെയാണ് കവിത ആരംഭിക്കുന്നത്. അല്ലേ? നീ നാളെ താഴെ വീണ് മണ്ണിലോട് ചേരാനുള്ളതല്ലേ എന്ന് കവി ചോദിക്കുന്നു. എന്നാൽ സൗമ്യമായ തലയാട്ടലിലൂടെ കവിയുടെ രൂക്ഷ പ്രതികരണത്തെ തിരുത്തുന്ന ശുഭസൂചകമായ മറുപടിയാണ് പൂവ് നൽകുന്നത്. ഇത് കവിയെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. പൂക്കൾ കേവലം സൗന്ദര്യ വസ്തുക്കൾ മാത്രമല്ലെന്നും അവ ഭൂമിക്ക് ഐശ്വര്യം ചാർത്തുന്ന ദേവതമാരോടും ഉപമിച്ച് പ്രണമിക്കുന്നുണ്ട് കവി. ഉള്ളൂരിൻ്റെ കവിതകളിലെ പ്രധാന സവിശേഷതകളിലൊന്നാണ് ശബ്ദഭംഗി. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും എന്ന വരികളിലെ താളവും കല്യാണ കർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ എന്ന വരികളിൽ ക എന്ന അക്ഷരത്തിൻ്റെ ഒക്കെ ആവർത്തനവും ഭംഗി കൂട്ടുന്നത് കാണാം. മാൻപഴും ചെമ്പനീർ പൂവ് എന്ന പ്രയോഗം പൂവിൻ്റെ സൗന്ദര്യത്തെയും മഹനീയതയെയും എടുത്തു കാട്ടുന്നുണ്ട്. പൂക്കൾ ലോകത്തിന് തേൻ നൽകുന്ന കൃത്യം അന്നപൂർണേശ്വരിക്കൊപ്പമാണ് എന്ന ഉപമയിലൂടെ നിസ്വാർത്ഥ ജീവിതമാണ് പൂക്കളുടേതെന്ന് കവി അടയാളപ്പെടുത്തുന്നു. ഭൂമിക്ക് മഹത്വം നൽകുന്ന പൂക്കളെ വിണ്ണിലെ പൈതങ്ങൾ എന്ന് കവി അഭിസംബോധന ചെയ്യുന്നുണ്ട്. നിഷ്കളങ്കതയും പരിശുദ്ധിയും ദൈവീക സൗന്ദര്യവും പൂക്കളിലുണ്ടെന്ന് ഈ താരതമ്യത്തിലൂടെ കവി വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഉള്ളൂരിൻ്റെ പനിനീർപ്പൂവ് കേവലം ഒരു പൂവിനെക്കുറിച്ച് മാത്രമല്ല, ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെയും മഹത്വത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു പാഠഭാഗമാണ്. സെറ്റാണല്ലോ? അപ്പോൾ പാഠഭാഗം ഒന്നുകൂടി വായിക്കുക, പാഠ സമ്മറി നോക്കുക, ചോദ്യോത്തരം സെറ്റാക്കുക, പരീക്ഷ അടിപൊളിയാക്കുക. ഓക്കെ, താങ്ക് യു.